നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ശബ്ദമുഖരിതമായിരുന്ന ചേർത്തല കന്നിട്ടയിലാകെ ശ്മശാന മൂകത. ചേർത്തല താലൂക്കിലെ കൊപ്ര വെളിച്ചെണ്ണ വ്യാപാര കേന്ദ്രമായിരുന്ന കന്നിട്ടയിൽ നിന്ന് ഒരു തൊഴിലാളി പോലും പണിയെടുക്കുന്നില്ല. നൂറുകണക്കിന് കോവുവള്ളങ്ങളിൽ കൊപ്ര കയറ്റാൻ അസംഖ്യം തൊഴിലാളികൾ ഉണ്ടായിരുന്ന കൊച്ചിയിൽ നിന്ന് വരുന്ന പലചരക്ക് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയിരുന്നതും ഇതേ തൊഴിലാളികൾ തന്നെയായിരുന്നു. രാത്രിയും പകലും തൊഴിൽ സമൃദ്ധമായിരുന്ന കന്നിട്ട നൂറ്റാണ്ടുകളോളം ആയിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ അന്നം മുട്ടി. എല്ലാ കമ്പനിയും കൊപ്ര എന്ന സാധനം എടുത്തുകൊണ്ടിരുന്ന എല്ലാ കമ്പനിയും പൊട്ടി. അതൊന്ന് ഇപ്പോൾ ആഡിറ്റോറിയമായി, ഒന്ന് പിന്നെ സിവിൽ സപ്ലൈയുടെ ഗോഡൗണായി, പിന്നെ അങ്ങനെ ബാക്കിയുള്ള എല്ലാം കാട് കയറി കിടക്കുകയും. കൊപ്ര എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. വേറെ കൊപ്ര എന്ന് പറയുന്ന സാധനം കാണാനില്ല ചേർത്തലയെ സംബന്ധിച്ച്. പിന്നെ പലയിടത്തും വീടുകളിൽ വല്ല കൂടുതൽ വസ്തുക്കളുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അതിവിടെ മുമ്പ് 35, 20, 50 കിലോ ആട്ടാൻ വരുന്നത് ഒരു 10 വർഷത്തിന് മുമ്പ് വരുന്നത് ഇപ്പോൾ 5 കിലോ അല്ലെങ്കിൽ 8 കിലോ ഇങ്ങനെയാണ് ആട്ടാൻ വരുന്നത്. അതുവരെ ഇല്ലാതിരിക്കുകയും മറ്റ് ഈ തൊഴിൽ പോയി നഷ്ടപ്പെട്ടല്ലോ. അത് കാരണം പല രീതിയിൽ പിന്നെ പെയിൻ്റ് അടിക്കാനും കെട്ടിടം പിടിക്കാനും അങ്ങനെ പല രീതിയിലേക്ക് തൊഴിലാളികൾ പോയി. കുറേയൊക്കെ പ്രായത്തിൻ്റെ അനുസരിച്ച് മരിച്ചും പോയിട്ടുണ്ട്. യഹൂദന്മാർ സ്ഥാപിച്ച ഈ കന്നിട്ട ഇതിന്റെ പരിസരങ്ങളുടെ സ്ഥലങ്ങൾക്ക് പന്തകശാലപ്പറമ്പ് എന്നാണ് ഇപ്പോഴും പേര്. യഹൂദന്മാരുടെ പന്തകശാലകൾ നിന്നിരുന്നത് കൊണ്ടാണ് ഈ പേര് വീണത്. ഇവിടെയും നിരവധി തൊഴിലാളികൾ പണിയെടുത്തിരുന്നു. എന്നാൽ കാലപ്രയാണത്തിൽ ഇതെല്ലാം നഷ്ടമായി ഒരു തൊഴിലാളിയെപ്പോലും ഇവിടെയില്ല. തകർന്നടിയുന്ന കെട്ടിടങ്ങളും കാട് കയറുന്ന പറമ്പുകളും മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്.